വഴിക്ക് നീങ്ങിയിരിക്കുന്ന എല്ലാവരും പെട്ടിട്ടുണ്ട്. സിഹിറുമായി ബന്ധപ്പെട്ട് സംസാരിച്ച എല്ലാവരും പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം ഒരാളും കൂടി ശ്രദ്ധപ്പെടുത്തിയട്ടെ. ഇതുമായി സംസാരിച്ച ഒരാളെ ഒരു ബഹുമത പണ്ഡിതനുണ്ടല്ലോ നമ്മളെ കൂട്ടത്തില്, അയാളെ വിഷയത്തിൽ എവിടെ പെട്ടെന്നറിയോ? ക്രിസ്ത്യൻ പാതിരിയുടെ അരികിൽ. ക്രിസ്ത്യാനി ചോദിച്ചു അദ്ദേഹത്തിനോട് സ്നേഹസംവാദത്തിനിടയിൽ, നിങ്ങളുടെ കിതാബ്, അയാൾ പേരൊക്കെ പറയും, ബുഖാരിയില്, മുസ്ലിമില്, ഇത്ര നമ്പർ ഹദീസില് മുഹമ്മദ് നബി മാരണം ബാധിച്ച മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ആളാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സ്വീകരിക്കും? പാസ്റ്റർ 2 or 3 തവണ ആവർത്തിച്ചു ചോദിച്ചിട്ട് ഇയാൾ പറഞ്ഞ മറുപടി എന്താണോ? പിന്നെ അക്ബർ അയാൾ പറഞ്ഞ മറുപടി, റസൂലിന്റെ കാലത്ത് സീർ ചെയ്യുന്ന ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു, പക്ഷെ റസൂല് സീർ ചെയ്യുന്ന ആളാണ്, മന്ത്രവാദിയാണ് എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. ചോദിച്ചത് എന്താ? സീർ ഫലിച്ചു എന്നാണ് കേൾക്കുന്നത്, ശരിയാണോ? സീർ ചെയ്തോ ചെയ്തല്ല മറുപടി കേട്ടോളൂ. ഞാൻ 2 മറുപടി. മാത്രമല്ല അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു എന്ന് ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു. ബുഖാരി 4/490, 4/400, 8 വോളിയമാണ് പറയുന്നത്, 8/89, 8/400, 7/658, 660 മുതലായ, അതുപോലെ മുസ്ലിമില് 2/1888. ഈ ഭാഗങ്ങളൊക്കെ പറയുന്നേ ഇദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു പലപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അവകാശവാദത്തിന് എന്ത് പ്രാധാന്യമാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ മന്ത്രവാദത്തിന് അടിമയായിരുന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. മന്ത്രവാദത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഒരാൾ തന്ന വചനം എങ്ങനെയാ വിശ്വസിക്കുന്നത്? അതാ ഞാൻ ചോദിച്ചത്. പിന്നെ ഉള്ളൊരു പ്രശ്നം മന്ത്രവാദത്തിൻ്റെതാണ്. മന്ത്രവാദം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. ആ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന മന്ത്രവാദികൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നത്. അതല്ലാതെ അദ്ദേഹം മന്ത്രവാദിയാണെന്നോ അദ്ദേഹം മന്ത്രവാദം നടത്തിക്കൊണ്ട് നടന്നിരുന്നെന്നോ ഒരു ഹദീസിലുമില്ല, എവിടെയുമില്ല. മറിച്ച് അദ്ദേഹം നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചോദ്യോത്തരം കേട്ടല്ലോ. മോന്റെ വാപ്പ കള്ളു കുടിക്കണമെന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. മറുപടി, നിന്റെ വാപ്പ എവിടെയും കള്ളുഷാപ്പ് നടത്തണില്ല. റസൂലിനെ സിഹിർ ബാധിച്ച ആളാണെന്ന് ബുഖാരിയിലുണ്ടല്ലോ. സിഹിർ ബാധിച്ച ഒരാളുടെ വാചകങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നതാണ് പാസ്റ്റർ ചോദ്യം. അതിന് മറുപടി എന്താ? റസൂലിനെ സാഹിർ ആയിരുന്നു, മന്ത്രവാദിയായിരുന്നു എന്ന് ഒരു ഹദീസിലും ഇല്ല, ഒരു ആയത്തിലും ഇല്ല. ഇതെന്ത് എങ്ങനെ പറയേണ്ടി വന്ന്? ഹദീസ് ശരിക്കാണ്ട് പറഞ്ഞൂടെ? പറഞ്ഞു, ഹദീസ് ശരിക്ക് പറഞ്ഞു. പിന്നെ എവിടെയെന്നറിയോ? 4 കൊല്ലം കഴിഞ്ഞിട്ട്. ഇത് തിരുവനന്തപുരത്തുണ്ടായ സംഭവമാണ്. അതേ തിരുവനന്തപുരത്ത് 4 കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഇതേ മനുഷ്യൻ നടത്തിയിരിക്കുന്ന വേറൊരു മുഖാമുഖം. അതില് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യമുണ്ട്. ഈ റസൂലിന് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് വെച്ച് ക്രിസ്ത്യാനികൾ ഞങ്ങളെ വല്ലാതെ വിഷമപ്പെടുന്നുണ്ട്. എന്താണ് മറുപടി? എന്താണ് ആ ഹദീസിന്റെ അവസ്ഥ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് പറയുന്ന ഒന്നാമത്തെ ഉത്തരം തന്നെ ശുദ്ധ കളവ. കേട്ടോളൂ. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് യാസ്മിൻ, വള്ളക്കടവ് താമസം. വളരെ സമഗ്രമായ ഒരു പഠനമാണ് അൽഹംദുലില്ലാഹ് ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കളായ ധാരാളക്കണക്കിന് ക്രൈസ്തവ ജൂതന്മാർ നമുക്കെതിരെ ആയുധമായി പ്രയോഗിക്കുന്ന ഒരു ഹദീസുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഒരു ഹദീസ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹം മാരണം ബാധിച്ചവനാണെന്നും ഏതോ ഒരു കിണറിൽ ഏതോ ഒരു ജൂതൻ കൊണ്ടിട്ട മുടിയും പൂവും കാരണം 6 മാസത്തോളം അദ്ദേഹത്തിന് ചെയ്ത കാര്യങ്ങൾ ചെയ്യാത്തവ ചെയ്തതായും തോന്നിയതായിട്ടും ഒക്കെ ഹദീസുകളിൽ കാണാമെന്ന് ഇന്നും അവർ വാദിക്കുന്നു. അത്തരം ആളുകൾക്കിടയിൽ ദഅവത്ത് നടത്തുന്ന ഒരു എളിയ പ്രവർത്തനം എന്ന നിലയ്ക്ക് പലതവണ ഞാൻ ഉത്തരം മുട്ടിപ്പോയ ഈ ചോദ്യത്തിന് ഈ ഒരു അവസരത്തിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. അവരുടെ ഈ വിമർശനത്തിന് എന്തെങ്കിലും അടിത്തറയുണ്ടോ? സഹീഹുൽ ബുഖാരിയുടെ ഹദീസ്, സിഹിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാധിച്ചു എന്നുള്ള ഹദീസ്, അത് ഏറെ ക്രൈസ്തവ ജൂതന്മാരെടുത്ത് ഇസ്ലാമിനെതിരെ പ്രയോഗിക്കുന്നു എന്നാണ്. സത്യത്തിൽ
അത് തന്നെ എന്റെ സുഹൃത്ത് ചോദ്യം ചോദിച്ച സുഹൃത്തിന്റെ തെറ്റിദ്ധാരണയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ച ക്രൈസ്തവ ജൂതന്മാരൊന്നും തന്നെ പ്രവാചകനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനമായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനെതിരെയുള്ള ഒരു വിമർശനമായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു എന്ന കാര്യത്തിനുള്ളൊരു വിമർശനമായി ഈ ഹദീസ് എടുത്തുദ്ധരിച്ചതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ഒരുപാട് വിഷയങ്ങളിൽ പൊതുവേദികളിൽ വെച്ച് സംവാദം നടത്തുവാൻ അവസരം കിട്ടിയ എനിക്ക് ഈ വിഷയം പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമായി എടുത്തുദ്ധരിക്കപ്പെട്ടത് എന്റെ വ്യക്തിപരമായ അനുഭവത്തിലുമില്ല. എന്നാൽ മുസ്ലിം ലോകത്ത് മനസ്സിലായില്ലേ? ശുദ്ധ കളവ്. തിരുവനന്തപുരത്ത് നിന്ന് 3-4 വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്ക് നേരിട്ട് ചോദ്യം കേട്ടിട്ട് പാസ്റ്റർ നടത്തുന്ന എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പുരോഹിതനടന്ന്. ഇപ്പോൾ പറയുന്നത് എന്താ? എന്റെ പ്രബോധന രംഗത്തെ ഇത്ര കാലത്തെ അനുഭവത്തിൽ ഈ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മുഹമ്മദ് നബിക്കെതിരെയുള്ള ആക്ഷേപം ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പിന്നെ ഈ ഹദീസിനെ ന്യായീകരിക്കണം. ഞാനത് പറഞ്ഞത് സിഹിറിൽ കൈ വെച്ചോനൊക്കെ പൊള്ളിന്.